സിനിമാ സംവിധായകൻ ആഷിഖ് അബു ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തത്സമയം ചേരുകയാണ്. ആഷിഖ് അബു, ഈ രഞ്ജിത്തിന്റെ കാര്യത്തിൽ എന്ത് നടപടി വേണം സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത് എന്നാണ് താങ്കളുടെ അഭിപ്രായം? അക്കാഡമി ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഇത്തരം ഒരു ആരോപണം, ഗൗരവതരമായ ഒരു ആരോപണം നേരിട്ട വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ ഉടനടി ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇപ്പോ മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം താങ്കൾ കേട്ട് കാണുമല്ലോ, അത് എന്താണ് കേട്ടപ്പോൾ തോന്നിയത്? എനിക്ക് വലിയ നിരാശ തോന്നി. വലിയ നിരാശയാണ്. കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഇടതുപക്ഷ മന്ത്രി ഈ രൂപത്തിൽ പ്രതികരിക്കുന്നത് കേട്ടിട്ട് വലിയ നിരാശയും പ്രതിഷേധവുമാണ് തോന്നി. ഇപ്പോ സജി ചെറിയാൻ പറയുകയാണ്, രഞ്ജിത്തും പ്രതികരിച്ചല്ലോ, അപ്പോൾ ഒരാളെ രാവിലെ എഴുന്നേറ്റ് കുറ്റക്കാരനെന്ന് ക്രൂശിക്കാൻ കഴിയുമോ? അതുകൊണ്ട് അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ പരിശോധിക്കണമെങ്കിൽ തന്നെ ആരോപണം ആരാണോ ഉന്നയിച്ചത് അവർ രേഖാമൂലം പരാതി നൽകണമെന്നാണ്. അപ്പോൾ രഞ്ജിത്ത് പ്രതികരിച്ച സ്ഥിതിക്ക് ഒരു ഭാഗം മാത്രം കേൾക്കുകയല്ല ഈ കാര്യത്തിൽ വേണ്ടത് എന്നാണ് ഭംഗ്യന്തരേണ സജി പറയുന്നത്. രണ്ടു ഭാഗവും കേൾക്കണമെന്ന ആ നിലപാടിനോടുള്ള പ്രതികരണം എന്താണ്? വളരെ വിചിത്രമാണ്. ഒരു 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 സംസ്ഥാനത്തിന്റെ സാംസ്കാരിക, അത് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന്റെ സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഇങ്ങനെ സംസാരിക്കുന്നത്. ഇദ്ദേഹത്തെ എത്രയും വേഗം ആരെങ്കിലും, അത് CPM-ല് അത്യാവശ്യത്തിലധികം ആളുകൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആളുകളുണ്ട്, ദയവ് ചെയ്ത് ഇദ്ദേഹത്തെ ഉപദേശിക്കണം. ആഷിഖ് അബു, ഇതിൽ സജി ചെറിയാൻ പ്രതികരിക്കുമ്പോഴും ഒരു ഭാഗം അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്, പരാതി തന്നാൽ മാത്രം നടപടിയെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പരാതി കിട്ടിയാൽ അത് എത്ര ഉന്നതനായാലും നടപടിയെടുക്കുമെന്ന്. അപ്പോൾ ഇതിൽ സജിയെ എത്രത്തോളമാണ് നമുക്ക് പ്രതിക്കൂട്ടിൽ നിർത്താൻ കഴിയുക? മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്, അതാണ് അന്തിമമായ വാക്ക്. അതിനോടനുബന്ധിച്ച് പ്രതികരിക്കാൻ നിർബന്ധിതനാകുന്നു സജി എന്നൊരു വിലയിരുത്തൽ താങ്കൾക്കുണ്ടോ? പരാതി വന്നാൽ നടപടി എടുക്കും എന്നുള്ളത് ഈ രാജ്യത്ത് നിലവിൽ ഓൾറെഡി ഉള്ള നിയമമല്ലേ. ഒരു പരാതി കിട്ടിയാലേ നടപടി, അതല്ലല്ലോ. വിഷയത്തിന്റെ ഗൗരവം എത്രമാത്രം ഈ സർക്കാരും ഈ നേതാക്കളും തിരിച്ചറിയുന്നു എന്നുള്ളതല്ലേ ഇവിടുത്തെ പ്രശ്നം. സാങ്കേതികത്വത്തിന്റെ പ്രശ്നത്തിലാണെങ്കിൽ അത് മറികടക്കാൻ എന്തൊക്കെ വഴികളുണ്ട്. ഈ സർക്കാർ ആദ്യമേ ഈ റിപ്പോർട്ട് സഹകരിക്കണം. ഞാൻ വേഗം അങ്ങയിലേക്ക് വരാം.